ഐശ്വര്യ ഇപ്പോൾ കേരളത്തിലില്ല, പക്ഷേ കേരളത്തിലെ സിനിമാ രംഗത്ത് വലിയ വിപ്ലവകരമായ സംഭവങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവ വികാസങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. എന്താണ് ഇതിനോടുള്ള ആദ്യ പ്രതികരണം? ഒരു വലിയൊരു ചേഞ്ചിലേക്കുള്ള തുടക്കമാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഒരു സേഫർ ആയിട്ടുള്ള വർക്കിംഗ് എൻവയൺമെന്റ് ഫീമെയിൽസിന് പ്രൊവൈഡ് ചെയ്യേണ്ടത് പണ്ടേ നടക്കേണ്ട ഒരു കാര്യമായിരുന്നു. അത് ഇപ്പോഴാണ് നടക്കുന്നത്. ഇപ്പോ ഗവൺമെന്റും WCCയും ഒക്കെ ഇടപെട്ട് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുകയാണ്. ഇത് എന്തുകൊണ്ട് ഇതിനു മുന്നേ ഒരു ആക്ഷൻ എടുത്തില്ല എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുമ്പോൾ എന്തുകൊണ്ട് ആക്ഷൻ എടുത്തില്ല എന്നുള്ളതാണ്. ഒരു സെക്ഷൽ ഫേവേഴ്സ് ചോദിക്കുകയും അവരുടെ അത് നിഷേധിക്കപ്പെട്ടാൽ അവരുടെ അവസരം നഷ്ടപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതൊരു ക്യാപിറ്റൽ റേപ്പ് പോലത്തെ സംഭവങ്ങൾക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റും അല്ലാതെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പണിഷ്മെന്റ് ലീഗൽ സിസ്റ്റത്തിലേക്ക് പോയാൽ മാത്രമേ ഇതിനൊരു മാറ്റം വരികയുള്ളൂ. ഇല്ലെങ്കിൽ ഇത് ഓൾവേസ് ഇറ്റ് വിൽ റിമെയിൻ ഇൻ ഡിസ്കഷൻ ലൂപ്സ് ഇസ് വാട്ട്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് വിളിച്ചു പറയാം, എനിക്കെതിരെ ഇങ്ങനെ അതിക്രമങ്ങൾ ഉണ്ടായി, എനിക്ക് ഇങ്ങനത്തെ പെരുമാറ്റങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നു എന്ന് നമുക്ക് ഒരുപാട് പേർക്ക് പറയാം. പക്ഷേ ലീഗൽ സിസ്റ്റവും നമ്മുടെ ഇവിടുത്തെ ഒരു ഗവേണിംഗ് അതോറിറ്റിയും ഇതിനായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം. ആ റൂൾസ് സ്ട്രോങ്ങർ ആക്കണം. ഒരുപാട് ആളുകൾ ഈ മാറ്റത്തിന്, ഇപ്പോൾ ഐശ്വര്യ പറഞ്ഞതുപോലെ WCC ഒരു കാരണമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. നമുക്കറിയാവുന്നതുപോലെ അതിജീവിതയുടെ, ആക്രമിക്കപ്പെട്ട നടിയുടെ ഒരു പോരാട്ടം നമ്മുടെ മുന്നിലുണ്ട്. ആ നടിയെ മറന്നുകൊണ്ട് ഈ പോരാട്ടത്തിന്റെ ചരിത്രം എഴുതാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗവും, അല്ലെങ്കിൽ എല്ലാവരും തന്നെ. എങ്ങനെയാണ് ഐശ്വര്യ WCCയുടെ ഈ മുന്നേറ്റത്തെ, അതിജീവിതയുടെ ഈ പോരാട്ടത്തെയൊക്കെ ഐശ്വര്യ കാണുന്നത്? ഞാൻ സിനിമയിൽ വന്നിട്ട് ഒരു 2ാമത്തെയോ 3ാമത്തെയോ സിനിമ മുതൽ കാണുന്ന പ്രശ്നമാണ് താങ്കൾ ഈ പറഞ്ഞത്. ആ സമയം മുതൽ എന്തൊക്കെ മീഡിയയിൽ ചർച്ച നടക്കുന്നുണ്ട്, എന്തൊക്കെ സിനിമാ സംഘടനകൾ എങ്ങനെയൊക്കെയാണ് പ്രതികരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളിലാണ് വളരെ കെയോട്ടിക് ആയിട്ടുള്ള, അതായത് എന്താണോ അതിലൊരു സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്ക്, അതിനു പകരം കുറെ സാറ്റലൈറ്റ് ടോപ്പിക്സ് വരിക, ഈ മെയിൻ ടോപ്പിക്കിൽ നിന്നുള്ള ശ്രദ്ധ തിരിച്ചുവിടുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഞാനൊരു ഒബ്സർവർ ആയിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സ്ത്രീ സ്വന്തം കാര്യം എഴുന്നേറ്റ് നിന്ന് എനിക്ക് വേണ്ടി ഞാൻ തന്നെ പോരാടണം എന്നവർ പറഞ്ഞതിൽ നിന്നാണ് ഇന്ന് ഇത്രയും വലിയൊരു മാറ്റം വന്നിരിക്കുന്നത്. അത് സത്യം തന്നെയാണ്. ആൻഡ് ഇറ്റ് ഇൻസ്പയർസ് മീ. ഒരാള് അത് ശക്തിയായി പ്രതികരിച്ചത് കൊണ്ട് ഒരു സംഘടന തന്നെ ഉണ്ടായി വരികയാണ് എന്നുള്ളതാണ് മനസ്സിലാവാൻ കഴിയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ്സ് ഐ ബിലീവ്. എന്തുകൊണ്ടാണ് ഒരു മുൻനിര നായികയായിട്ടും അമ്മയിൽ അംഗത്വം എടുക്കാതിരുന്നത്? I did not feel a very strong need to be a member. And like I said, എൻ്റെ 3ാമത്തെ സിനിമ മുതൽ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുകയാണ്. ഞാനിതൊക്കെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിൽ മെമ്പർ ആയതുകൊണ്ട് എനിക്ക് എപ്പോഴെങ്കിലും ഒരു സഹായം കിട്ടുമോ കിട്ടില്ലേ എന്നുള്ളത് അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നാണ് ഞാൻ കാണേണ്ടത്. ആൻഡ് ഐ നെവർ ഫെൽറ്റ് എ സ്ട്രോങ് നീഡ് ടു ബി എ മെമ്പർ. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ആൻസർ ഇനഫ്. അതിനോടൊപ്പം തന്നെ ചോദിക്കാനുള്ളത്, ഒരു വനിതാ പ്രസിഡന്റിന്റെ സമയമായി വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഐശ്വര്യക്കൊപ്പം പല സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ടൊവിനോയോ അല്ലെങ്കിൽ പൃഥ്വിരാജോ ആസിഫ് അലിയോ ഒക്കെ തന്നെ നേതൃനിരയിലേക്ക് വരട്ടെ എന്ന് പറയുന്ന ആളുകളെ കേൾക്കുന്നുണ്ട്. ഐശ്വര്യ ഒരു പക്ഷേ ഈ ഒരു അമ്മയിൽ അംഗത്വം എടുത്തിട്ടില്ല എങ്കിൽ തന്നെയും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയരുമ്പോൾ എന്താണ് തോന്നാറുള്ളത്? ആർക്കാണോ ഇതിനോട് താല്പര്യമുള്ളത്, ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളത്, അവരാണ് വരേണ്ടത്. അത് ഒരു ആണിന് ഒരിക്കലും പറ്റില്ല എന്നുള്ളത് പറയുന്നില്ല ഞാൻ. നല്ലൊരു വ്യക്തിക്ക് ഒരു സംഘടന നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ അതിന് കമ്മിറ്റഡ് ആയിട്ടുള്ള ആളാണ് വരേണ്ടത്.